പദരി ഗരി സരി നിസ പദരി ഗരി സരി സരി പദരി ഗരി സരി സ മാമ മരി രി സ മാമ മരി രി സ നി ഗരി സ നി ധ പ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും മീഡിയ വണിന്റെ പെരുന്നാൾ ദിനാശംസകൾ. ഇന്ന് എന്നോടൊപ്പമുള്ളത് മലപ്പുറത്തെ ഒരു കൂട്ടം പുലിക്കുട്ടികളാണ്, ചുണക്കുട്ടികളാണ്. ഈ പെരുന്നാൾ ദിനം ആഘോഷമാക്കാൻ നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായി അവരിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് അവരൊന്ന് കേട്ടുവരാം. Ready 1 2 3 go. സീനത്ത് വെണ്ണിന്റെ മാരത്തെ മാണിക്ക താലിക്ക് നിൽക്കാത്ത ചിരിയാണ്. മുഞ്ചുള്ള മരനെ മംഗളം നേരുവ പുരുഷരം കൈകൊട്ടി പാട്ടാണ്. പാട് സീനത്ത് വെണ്ണിന്റെ മാരത്തെ മാണിക്ക താലിക്ക് നിൽക്കാത്ത ചിരിയാണ്. മുഞ്ചുള്ള മരനെ മംഗളം നേരുവ പുരുഷരം കൈകൊട്ടി പാട്ടാണ്. കണ്ണഞ്ചു മലങ്കര വെള്ളി വിളക്കുകൾ കത്തിത്തിളങ്ങണ രാവാണ്. ചുറ്റിലും തൊഴികൾ ഒപ്പന പാടിടാൻ മംഗളം കൊണ്ടാടും നാളാണ്. മുത്തേ സത്തേ എന്നു വിളിക്കും കാനോത്തിരാവ് ഇന്നാണ്. മാരന്റെ കരളില് കുളിരു പകരണ നിക്കാഹിരാവ് ഇന്നാണ്. മുത്തേ സത്തേ എന്നു വിളിക്കും കാനോത്തിരാവ് ഇന്നാണ്. മാരന്റെ കരളില് കുളിരു പകരണ നിക്കാഹിരാവ് ഇന്നാണ്. ചിരിച്ച് ചിരിച്ച് മണിയറയിൽ മാറൻ നിൽക്കണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലി നീ കണ്ണ് പൊത്തിടാലാണ്, കണ്ണ് പൊത്തിടാലാണ്. മുത്തേ സത്തേ എന്ന് വിളിക്കും കരുത്തിരാവ് ഇന്നാണ്. മാരന്റെ കരളില് കുളിരു പകരണ നിക്കാഹിരാവ് ഇന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചുണക്കുട്ടികൾ. കല്യാണ വീടുകളെ കളറാക്കുന്ന, കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ കയ്യിലെടുക്കുന്ന ആ ടീമിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ടീം ലബൈക്ക് മുട്ടിപ്പാട്ട്. സിനാൻ, എങ്ങനെയാണ് ഈ ഒരു വ്യത്യസ്തമായ ഒരു പേര് നിങ്ങളുടെ ബാൻഡിന് ഇടാൻ തീരുമാനിച്ചത്? നമ്മൾ ഒരുപാട് പേര് നമ്മളെ സജഷൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ടീമിൽ ഒരു ആളുണ്ട്, ആഷിഖ് എന്ന് പറയും. ഇപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ അല്ല, പുള്ളിക്കാരൻ അബ്രോഡിലാണ്. അപ്പോൾ പ്രവാസ ലോകത്തേക്ക് കടന്നു. അപ്പോൾ ആഷിഖിൻ്റെ ഉമ്മയാണ് നമുക്ക് ലബൈക്ക് എന്നുള്ള ഒരു പേര് പറഞ്ഞു തന്നത്. എത്ര വയസ്സുണ്ട് ലബൈക്കിന്? ഏകദേശം 3 വർഷത്തോളമായി നമ്മൾ ഈ ഒരു മ്യൂസിക്കൽ ബാൻഡ് ആരംഭം കുറിച്ചിട്ട്. എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്? ആദ്യം സ്കൂളില്, കോളേജ്, കല്യാണ വീട്, ഇപ്പം അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ തുടക്കം? എങ്ങനെയായിരുന്നു ആദ്യം? എവിടെയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? ഫസ്റ്റ് നമ്മളൊരു ചെറിയൊരു കല്യാണ വീട്ടിലാണ് നമ്മളൊരു പ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം അത് 3 വർഷത്തിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആകെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരും ഒരു വട്ടപ്പാട്ട് ടീം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്കൂൾ കലോത്സവം പിന്നെ കോളേജിലൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഒരു വട്ടപ്പാട്ട് ടീം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1-2 ആൾക്കാർ തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ബാൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് നമ്മൾ ഗിറ്റാർ പിന്നെ ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വന്നത്. പിന്നെയാണ് അത് നമ്മൾ മുട്ടിപ്പാട്ട് രൂപത്തിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുള്ള ആൾക്കാരുണ്ട്. ചില കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തുള്ള ആൾക്കാരാണ്. മുഫാരിസ്, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടീം ബിൽഡ് ചെയ്തത്? ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും ഒന്നിച്ച് കൊണ്ടുവന്നത് എങ്ങനെയാണ് നിങ്ങൾ ഫ്രണ്ട്സ് ആയത്? ഏകദേശം നമ്മളൊരു അറൗണ്ട് ഒരു 10-15 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ആളുകളാണ് എല്ലാവരും. ഒറ്റപ്പാട്ട് ടീമുണ്ടായിരുന്നു. അതിൽ നമ്മൾ ടീമിൽ 4 പേർക്ക്. അപ്പോൾ അതിലൊരാളെ പോയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ജോലി കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഒറ്റപ്പാട്ടിൽ ഇങ്ങനെ ഒഴിവ് സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്ലാൻ വന്നു. അങ്ങനെയാണ് ട്രിപ്പിൾ ഡ്രം വായിച്ച് നമ്മളിങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് വന്നത്. ലബൈക്ക് മുട്ടിപ്പാട്ടിന് 3 വയസ്സുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്രയും നീണ്ട ഒരു ജേണി, ആദ്യം പാടിയ പാട്ട് ആദ്യം എവിടെയായിരുന്നു പാടിയത്? ഏതായിരുന്നു പാട്ടെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം നമ്മൾ പാടിയത് ഒരു കല്യാണ വീട്ടിൽ തന്നെയാണ് പാടിയത്. അന്ന് ആദ്യം പാടിയ പാട്ട് പറഞ്ഞാൽ നമ്മുടെ മീഡിയ വൺ ചാനലിൽ തന്നെ നല്ലൊരു സീരിയലായിരുന്നു MIT മൂസ. MIT മൂസയിലെ നല്ലൊരു ഹിറ്റ് സോങ് ഉണ്ട്. അതാണ് ഞങ്ങൾ തുടക്കം പ്രോഗ്രാമിന് പാടിയ പാട്ട്. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ? ഓക്കെ. റെഡി 1 2 3 സ്റ്റാർട്ട്. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കളികാലം. കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങിട നേരം, കിന്നാസി ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരു കടക്കും കൊണ്ടോട്ടിക്കാരനിവൻ, അയ്യോ വെറു പാപം ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ, MIT മൂസ, MIT മൂസ.
MIT മൂസ, MIT മൂസ. അപ്പോൾ ലബൈക്ക് മുട്ടിപ്പാട്ടിന് മീഡിയ വണ്ണുമായിട്ടൊരു ബന്ധമുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ? ഇവരുടെ ഷോ ഇത്രയും വൈറലാകാൻ അല്ലേ, ആദ്യം വൈറലായ പാട്ട് ഇതാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു അന്ന്? ഇൻസ്റ്റ ഉണ്ടായിരുന്നോ? അന്ന് നമ്മൾ ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഈ പാട്ടാണ് നമ്മൾ ആരംഭം കുറിക്കുന്നത്. ഈ പാട്ടിൽ വെച്ചിട്ടാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സോങ്ങിന്. ഇത് വെച്ചിട്ടാണ് നമ്മളെ ഓഡിയൻസ് നമ്മളെ പ്രോഗ്രാമിന് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം പ്രധാനമായിട്ട് ഏതൊക്കെ പരിപാടികളിലാണ് പോവാറ് നിങ്ങൾ? നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മളൊരു മുട്ടിപ്പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് കല്യാണ വീടുകളിലാണ്. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ഒരുപാട് കോർപ്പറേറ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സും പിന്നെ കോളേജ് ഇവൻറ്റ്സും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാം, അങ്ങനെ കോളേജിൻ്റെ ഫെയർവെൽ പാർട്ടി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ പെർഫോം ചെയ്തിട്ടുള്ള പാട്ടൊക്കെ അത് വൈറലാവുന്നു, അതുവഴി എൻക്വയറി വരുന്നു, അങ്ങനെയാണ് അല്ലേ? തീർച്ചയായിട്ടും. അതിപ്പോൾ മെയിനായിട്ട് കല്യാണ വീടുകളിൽ നമ്മൾ ഒരു പ്രോഗ്രാംസിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജാം റൂമിൽ നിന്ന് നമുക്കൊരു ജാം റൂം ഉണ്ട്. നമ്മളെ ചെമ്മാട് തന്നെ നമ്മളൊരു പിള്ളേരുടെ ഒരു വീട്ടിൽ വെച്ചിട്ട് നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ട് ഒരു പ്രാക്ടീസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോസ് എടുത്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും. അപ്പോൾ അതിന്ന് നമ്മൾ ഓരോ പ്രോഗ്രാംസിൽ ഇപ്പോൾ ഒരു മന്ത്ലി നമുക്ക് 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം നമുക്ക് പ്രോഗ്രാം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വൈറലായിട്ടുണ്ട് നമ്മളൊരു പേജ്. അപ്പോൾ സ്ഥിരം ഒരു പാട്ടുണ്ടോ? അതായത് കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ഈ പാട്ട് വേണം എന്ന് കൂടുതൽ ചോദിക്കുന്ന ഏതാ? അതെ അത് തീർച്ചയായിട്ടും. നമ്മൾ മുട്ടിപ്പാട്ട് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളൊരു സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മൈലാഞ്ചി പാട്ടുകളും മലയാളം ഫിലിം സോങ്സും എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളതായിട്ടുള്ളൊരു ജോണറിൽ നമ്മൾ കുറച്ച് പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സോങ് ആണ് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചെത്തി കൂന്താലി പുഴയൊരു വമ്പത്തി, ആ കൂന്താലി പുഴയൊരു വമ്പത്തി. ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും വേറും കൊണ്ടു നടന്നവർ കൂനി കൂടി താടി വളർത്തി കയറൂരി പാനു കള്ളി പകയത്തി കൂന്താലി പുഴയൊരു വമ്പത്തി, ആ കൂന്താലി പുഴയൊരു വമ്പത്തി. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചെത്തി കൂന്താലി പുഴയൊരു വമ്പത്തി, ആ കൂന്താലി പുഴയൊരു വമ്പത്തി. മാനത്തൊരു പന്താരകം മഞ്ചാടി മണിച്ചപ്പോ തുറന്നില്ലേ നിന്മായ കണ്ണിൽ വൈകിട്ട് മയക്കിയില്ലേ കയ്യിൽ തരിവള കിലുകിലു ചിരിക്കുമ്പോ കൽവില് കുളിരല്ലേ നിനക്കിനി അതിശയരാവല്ലേ പുത്തൻ നിശലുകൾ പാടേണ്ടേ. മാനത്തൊരു പന്താരകം മഞ്ചാടി മണിച്ചപ്പോ തുറന്നില്ലേ നിന്മായ കണ്ണിൽ മൈയിട്ട് മയക്കിയില്ലേ കയ്യിൽ തരിവള കിലുകിലു ചിരിക്കുമ്പോ കൽവില് കുളിരല്ലേ നിനക്കിനി അതിശയരാവല്ലേ പുത്തൻ നിശലുകൾ പാടേണ്ടേ നിനക്കിനി അതിശയരാവല്ലേ പുത്തൻ നിശലുകൾ പാടേണ്ടേ. എൻ കൽവിലുള്ളൊരു പെണ്ണാണ് മുഞ്ചുള്ള മുഖമുള്ള സുഹറ, എൻ കിനാവിലുള്ളൊരു പെണ്ണാണ് കരിമഷി കണ്ണുള്ള സുഹറ. തരിവളയിട്ട കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, തരിവളയിട്ട കയ്യാലൊപ്പന പാടുവാൻ നാണമുള്ളൊരു പെണ്ണ്, അവൾ നാണമുള്ളൊരു പെണ്ണ്, അവൾ നാണമുള്ളൊരു പെണ്ണ്. സുഹറ എൻ കൽവിൽ പൂങ്കനി, ആഹ ആഹ
പാണ്ട് ചേലുകാരാ കൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യിൽ മുന്തിരി ചാറുണ്ടോ കൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യിൽ മുന്തിരി ചാറുണ്ടോ ഇസത്തിന്റെ ഹിക്മത്തിൽ അല്ലാഹനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ ഇസത്തിന്റെ ഹിക്മത്തിൽ അല്ലാഹനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ സക്കാത്ത് നൽകാത്ത നിസ്കാരത്തെ ഇത് വടച്ചോ കാണൂല അവളെ വടച്ചോ കാണൂല കൽബിലൊരൊപ്പന കൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യിൽ മുന്തിരി ചാറുണ്ടോ കൽബിലൊരൊപ്പന പാട്ടുണ്ടോ കയ്യിൽ മുന്തിരി ചാറുണ്ടോ. അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വളർന്ന ഒരു ഗ്രൂപ്പാണ് അല്ലേ? നല്ലൊരു ഇമ്പോർട്ടൻസ് സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. പക്ഷേ ഈ അടുത്തായിട്ട് വൈറലായ കുറച്ച് വീഡിയോ ഉണ്ടല്ലോ, പൂക്കി വീഡിയോ. പ്രത്യേകിച്ച് നമ്മൾ CM VD സതീഷിൻ്റെ പൂക്കി വീഡിയോ നിങ്ങളുണ്ടല്ലോ. എല്ലാ പൂക്കി വീഡിയോൻ്റെ അറ്റത്തും വൈറലാകുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് നിങ്ങളും പാടിയിട്ട് ഞാൻ നിങ്ങളുടെ പേജിൽ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് പാടി നോക്കിയാലോ? പദനി ഗരി സരി നിസാ പദനി ഗരി സരി സരി പദനി ഗരി സരി സ മാമാ മാരി രി സ മാമാ മാരി രി സ നി ഗരി സ നി ധ പ പദനി ഗരി സരി നിസാ പദനി ഗരി സരി സരി പദനി ഗരി സരി സ മാമാ മാരി രി സ മാമാ മാരി രി സ നി ഗരി സ നി ധ പ. നിങ്ങളുടെ ഈ ബാൻഡ് വളരാൻ കാരണം, പ്രധാനപ്പെട്ട കാരണം ഒന്ന് സോഷ്യൽ മീഡിയ ആണല്ലേ? ഏറ്റവും കൂടുതൽ വൈറലായ പാട്ടുകളിലൊന്നാണ് വാഴയിലെ തൂക്കി ചുവന്ന അല്ലേ? എലക്ഷൻ അടക്കം തൂക്കിയൊരു പാട്ടായിരുന്നു. അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴും അവിടുന്ന് നമ്മൾ ഓഡിയൻസ് റിക്വസ്റ്റ് ചെയ്യുന്നൊരു സോങ്ങാണ് അൻവർ മൂവിയിലെ കേക്ക് ബുക്ക് എന്ന സോങ്. അപ്പോൾ അതാണ് നമ്മൾ ജസ്റ്റ് കാഷ്വലായിട്ട് ഷോപ്പിലിരുന്ന് പാടിയതാണ് ആ സോങ്. ഏകദേശം അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല കമൻസ് ഒക്കെ. അതെ അതെ, നമ്മൾ എപ്പോഴും പ്രോഗ്രാംസിന് പോകുമ്പോൾ പാടിക്കുന്ന ഒന്നാണത്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് പാടി വെക്കാം. ശരി, എന്നാൽ അത് പാടാം. ഓക്കെ. 1 2 3 1 2 3 കിഴക്ക് പൂക്കും ഒരു കിണന്തൊരു ചൊകപ്പാണേ പുതുക്ക പെണ്ണിൻ കവിളിലെന്തൊരു തുടുതുടുപ്പാണേ എനിക്കും നെഞ്ചിൽ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ തുടിക്കും കണ്ണിൽ കടവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ കൽവിലത്തെ 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 കൽവിലത്തെ. നമ്മൾ കുറേ നേരമായിട്ട് നല്ല അടിപൊളി പാട്ട് കേട്ടു, പാടി ആസ്വദിച്ചു. പക്ഷേ അത് മാത്രം പോരല്ലോ, നമുക്കിനി കുറച്ച് വർത്തമാനം വേണ്ടേ അല്ലേ? അപ്പോൾ നിങ്ങൾ പാട്ടുകാർ മാത്രമല്ല എന്നറിയാം, പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല ബിസിനസ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഷെഫിന് പാട്ട് മാത്രമല്ല അല്ലേ, പഠിക്കുന്ന ആളല്ലേ? എന്താ പഠിക്കുന്നത്? ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീക്കെൻഡിലാണ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തുടങ്ങി വെച്ചിരുന്നത്. അപ്പോൾ ഏകദേശം ഈ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മുതലേ ടീമിനൊപ്പം ഉണ്ട്. വളരെ സന്തോഷം. ഇത്രയും 3 വർഷമായിട്ട് ഈ ടീമിൽ കൂടാൻ പറ്റിയാലും പാടാൻ പറ്റിയില്ലെങ്കിൽ വളരെ സന്തോഷം. എൻ്റെ പേര് മുഫാരിസ്. ഞാനിപ്പോൾ കറൻ്റ്ലി ഡിഗ്രി UG പാസ് ഔട്ടായി നിൽക്കുകയാണ്. ഇനി അടുത്തത് PG വലിയൊരു കോഴ്സായിട്ട് നോക്കണം. നിലവിൽ ഡിസൈഡ് ചെയ്തിട്ടില്ല. അതിലൊരു ഒരാഴ്ചൻ്റെ ഡിസൈഡ് ആവും. പിന്നെ നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ ടീമായിട്ട് ഇങ്ങനെ കോമ്പിനേഷൻ കിട്ടിയ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ നാടിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരുപാട് ചില ഏരിയകളിലൊക്കെ നമുക്ക് ചില ജില്ലകളിലൊക്കെ ഒരു ഫാമിലി ഉണ്ട്. ഓരോ പ്രോഗ്രാംസ് നമുക്ക് തന്നെ ഒരു വിളിക്കാറുള്ളൂ. അപ്പോൾ അവരൊക്കെ ആ ഒരു കണക്ഷൻ നമുക്ക് ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് 3 വർഷത്തെ ജേണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൽ നിന്ന് വലിയൊരു സംഭവമായിട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ ഈ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ഈ ഒരു ടീമും. സവാദ് എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഞാനിപ്പോൾ പോളിടെക്നിക്കാണ് പഠിക്കണത്, സിവിൽ എഞ്ചിനീയറിങ്ങിനാണ് പഠിക്കണത്. ടീമിക്ക് ഇപ്പോൾ വന്നിട്ട് ഒരു 2 വർഷമാവാനായി. ഫസ്റ്റ് ഞാൻ പടം വരുന്നത് ഷിബിലിൻ്റെ ഇത്താത്തൻ്റെ കല്യാണത്തിനാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി അന്ന് ഉഷാറായി, പരിപാടി ഉഷാറായി. പിന്നെ അങ്ങനെ ടീമിലേക്ക് വന്ന് ഷിബിലിയുടെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് പാടിയിട്ട് സവാദി ഗ്രൂപ്പിലെത്തുന്നത്. ഷിബിലി എങ്ങനെ ഈ ഗ്രൂപ്പിലെത്തിയത്? ഞാനിപ്പോൾ കറൻ്റ്ലി ഷോപ്പിൽ വർക്ക് ചെയ്യാണ്, ജെൻസിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൽ 4 പേരാണ്. ഇപ്പോൾ ആഷിക്ക്, ഷെഫിന്, ഷഹൽ, അദിനാൻ, ഇവരാണ് ടീം തുടങ്ങിയിട്ടുള്ളത്. അതിൽ അദിനാൻ എനിക്ക് കുറച്ച് മുന്നേ പരിചയമുണ്ട്. ഇവർ തുടങ്ങിയപ്പോൾ എന്നോട് അദിനാൻ ചോദിച്ചു ഇങ്ങനൊരു ടീമുണ്ട്,
നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ, പാട്ട് ഓനായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട് ആദ്യം, അപ്പോൾ താല്പര്യമുണ്ടോ വെച്ച്, അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അയച്ചു തന്നതാണ്. യെസ്, അപ്പോൾ അതാണ് ഷിബിലിൻ്റെ കഥ. അപ്പോൾ റഫീലിലേക്ക് പോകാം നമ്മൾ. റഫീൽ ഇപ്പം എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ഇല്ല, ഡിഗ്രി കഴിഞ്ഞിരിക്കുക. ഏതായിരുന്നു? ഞാൻ BCom ഫിനാൻസ്. അടുത്ത പ്ലാൻ എന്താ? പ്ലാൻ എന്താണെന്ന് അറിയില്ല. ഉം. ആക്ച്വലി ഞാൻ ഈ ടീമിലെത്താൻ കാരണം ആ നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ആഷിഖ് എന്ന് പറഞ്ഞ ആഷിഖ്, അദ്നാൻ, ഷേൽ, ഇവരെല്ലാം എൻ്റെ സൂപ്പർ സീനിയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് വീക്കിൽ നമ്മുടെ ഈ ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടാവില്ലേ, അതിൽ ഇവരെന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. ഒരു റാഗിങ് സ്റ്റൈലിൽ നീ പോയി പാട്ട് പാടറാന്ന് അങ്ങനെ പറഞ്ഞു. സോ എനിക്ക് വേറെ വയ്യൊന്നുമില്ലല്ലോ, കണക്ഷനൊന്നുമില്ല, നേരെ പോയി ഒരു പാട്ട് പാടി കഴിഞ്ഞ് അപ്പം തന്നെ അതിനെ വന്നിട്ട് എൻ്റെ പുറത്ത് കൂട്ടിയിട്ട് നീ എൻ്റെ കൂടെ ഇനി നമുക്ക് വട്ടപ്പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ എന്നെ കണക്ഷനിലെടുത്ത്. അപ്പോൾ ഞാൻ സമാധാനം, കണക്ഷനായല്ലോ എന്ന്. അങ്ങനെ അവരെന്നെ വിളിച്ചിട്ട് ഫസ്റ്റ് വീക്കിൽ ആഷിഖിൻ്റെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ടീമിലെത്തിയത്. സോ താങ്ക് യു ഫോർ ആഷിഖ് ഇൻവൈറ്റിംഗ് ദിസ് ടീം. അത് കൊള്ളാം. റഫീൻ്റെ നല്ല കഥ അല്ലേ? ആദ്യമായിട്ടായിരിക്കും ഒരാൾ റാഗിങ്ങിലൂടെ രക്ഷപ്പെട്ട് വെക്കുന്നത് നമ്മൾ. യെസ്, ലബ്ബൈക്ക് മുട്ടിപ്പാട്ടിൻ്റെ ജീവതാളമാണ് ഇർഫാൻ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ ആർക്കും. ഇർഫാൻ്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ആ മുടിയൊക്കെ അഴിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇർഫാൻ്റെ വിശേഷങ്ങൾ പറ. ഞാൻ +2 കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഈ വരുന്ന അക്കാഡമിക് ഇയറിൽ ഡിഗ്രി ചെയ്യാനാണ് പ്ലാൻ. ഇൻഷാ അല്ലാഹ് ഞാൻ കലോത്സവത്തിലൂടെയാണ് മെയിനായിട്ട് ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങിയത്. ആദ്യം കലോത്സവത്തിൽ പാട്ടല്ലായിരുന്നു, ഞാൻ മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ പ്രോഗ്രാമായിരുന്നു. പിന്നെ അങ്ങനെ പാട്ട്, കരോക്കെ ഫീൽഡിലെത്തി. അങ്ങനെ നമ്മുടെ ടീമിലുള്ള അദ്നാൻ എന്നെ വിളിച്ചു, ഇങ്ങനെ ടീമുണ്ട്, അപ്പോൾ ഞങ്ങൾ ഡ്രമ്മറിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ഒന്ന് ഡ്രം ചെയ്യാൻ വരുമെന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അങ്ങനെ ഈ ടീമിലെത്തി. അന്ന് ആദ്യം ഞാൻ ഇവരുടെ ടീമിൽ ഡ്രം ചെയ്തു. അന്ന് ഞാൻ ഒരു കരോക്കെ ജസ്റ്റ് ഒന്ന് പാടി. ഈ ട്രെൻഡിങ് ആയിരുന്നൊരു സോങ് ഉണ്ട്, ജൂം ബറാബർ എന്നൊരു സോങ്. അത് പാടിയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ സോങ്. അങ്ങനെയാണ് ഈ ടീമിലേക്ക് ഒരു അംഗമായിട്ട് ഞാൻ എത്തിയത്. ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ടീമിലെത്തിയിട്ട്. ഇനി നമ്മൾ റിൻഷാദ് എന്ന ഭാവഗായകൻ, നല്ല ഭാവം ഉണ്ടായിരുന്നു കേട്ടോ പാടുമ്പോൾ. അപ്പോൾ റിൻഷാദിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ ഡിഗ്രി ചെയ്യുക, BSc നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെന്നൈയിലാണോ? അതെ, ചെന്നൈയിലാണ്. അപ്പോൾ അവിടുന്ന് ഇവരെ ഫോണിൽ ഓരോ സ്റ്റാറ്റസ് വീഡിയോസ് എല്ലാം കാണുമ്പോൾ നാട്ടിലോട്ട് വരാനും ഇതേപോലെ പ്രോഗ്രാമിന് പോകാനും പങ്കെടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ടൈമായിട്ട് കുറച്ച് ലീവ് കിട്ടിയോണ്ട് ഇപ്പോൾ ടീമിൽ ഈ ഒരു ഇതിലിങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ടീമിൽ പല ഭാഗത്തു നിന്നാണ് ആൾക്കാർ എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അതുപോലെ റിയാലിറ്റി ഷോന്ന് വരെ ഇതിൽ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആ ഒരു താരമാണ് അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സിനാൻ ഏത് റിയാലിറ്റി ഷോയിലായിരുന്നു, ഏത് ചാനലിലായിരുന്നു? ഞാൻ ആക്ച്വലി 4ാം ക്ലാസ് മുതലാണ് ഞാൻ റിയാലിറ്റി ഷോയിൽ കയറുന്നത്. ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് കൈരളി TV കുട്ടിപ്പട്ടുമാൽ റിയാലിറ്റി ഷോയിലെ സീസൺ 2 അതിലേക്ക് ഏകദേശം സെമി ഫൈനൽ വരെ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ദർശന TV പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കുട്ടിക്കുപ്പായം റിയാലിറ്റി ഷോയിലെ സീസൺ 4 ടൈറ്റിൽ വിന്നറാവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പിന്നെ അതിനുശേഷം ഫഹദ് ഫാസിലിൻ്റെ കൊറോണ ടൈമിൽ ഫഹദ് ഫാസിലിൻ്റെ മാലിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവിയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പ്ലേബാക്ക് സിംഗറും കൂടെയാണ് ടീമത്തെ. അപ്പോൾ അങ്ങനെ അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അച്ചീവ്മെൻറ്റ്സ് ഉള്ളത്. പിന്നെ സ്വന്തമായിട്ട് ഒരു ബാൻഡും ഉണ്ട്. നമ്മളെ ടീമിൻ്റെ മുട്ടിപ്പാട്ടും ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഈ ടീമിലേക്ക് വരുന്നത് ഞാൻ ഫ്യൂഷനായിട്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് ടീമിലെ ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള സീനിയർ, അവനും ഷെഫീൻ, ഇവർ 4 പേരാണ് ടീം ഇതിൻ്റെ ഒരു ഫൗണ്ടേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്ന് നമുക്കൊരു ഷോ ഉണ്ട്, നമ്മളെ ടീമിൻ്റെ ഒപ്പം ഒന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ദിവസം വന്നു. അതിനുശേഷം ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ പാടി. അപ്പോൾ തുടർന്ന് ഇനിയും നമ്മളെ ഓഡിയൻസിൻ്റെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഇനിയും നമുക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം പറഞ്ഞു പോയത് പ്ലേബാക്ക് സിംഗറാണ്. നിങ്ങൾക്കറിയായിരിക്കും, പക്ഷെ ഞങ്ങൾ ആരും അറിഞ്ഞില്ല. മാലിക്കിൽ ഏത് പാട്ടാ? മാലിക്കിൽ ഫഹദ് ഫാസിൽ മരിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അതിലത്തെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട്. 2 വരി ഒന്ന് മൂളിയാലോ? തീർച്ചയായിട്ടും.
റഹീമുൻ അലീമുൻ അഫാറുൻ സത്താറുൻ ഹക്കീമുൻ ഷക്കൂറുൻ ഖുദ്ദൂസുൻ സബ്ബൂഹുൻ അൽ മൗതു ഫി അംനി സ്വദരി ഹലാവ അസ്വൈറു ലിൽ ഹക്കി ഫി സ്വൈരി ഹബീബ. ഈ പാട്ട് പാടിയത് നീയായിരുന്നോ? ഏതായാലും കൊള്ളാം. ഈ ട്രൂപ്പിൻ്റെ ഒരു നട്ടലാണല്ലേ. ഈ പെരുന്നാൾ ദിനത്തിൽ ലബ്ബൈക്ക് മുട്ടിപ്പാട്ടിൻ്റെ നല്ല ഗംഭീര പെർഫോമൻസ് നമ്മൾ കണ്ടു. ഒരുപാട് നല്ല നല്ല പാട്ട്, മാപ്പിളപ്പാട്ട്, സിനിമാ പാട്ടെല്ലാം കോർത്തിണക്കിയ ഫ്യൂഷനൊക്കെ നമ്മൾ കേട്ട് നമുക്ക് മതിയായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പക്ഷേ നമുക്ക് സമയപരിധിയുണ്ട്, അതുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കൂട്ടം നല്ല പാട്ടെല്ലാം കോർത്തിണക്കിയ ഒരു ഗംഭീര പെർഫോമൻസ് നമുക്ക് ലാസ്റ്റ് പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാം. നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ, കടലിലെ കടലിനെ ഉണർത്തുന്ന കതിരെ, മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസെ. നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ, കടലിലെ കടലിനെ ഉണർത്തുന്ന കതിരെ, മണിമുത്ത് വിതറുമ്പോൾ ചിരിക്കുന്ന സരസെ. പൂമാരൻ നിനക്കീര വരുന്നു മോളെ, മുഹബത്തിൻ കുളിരുമായി ഇതാ വരുന്നേ. മധുവർണ പൂവല്ലേ, നറുനില പൂമോളല്ലേ, മധുര പാതീരേലിൽ ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ. മധുവർണ പൂവല്ലേ, നറുനില പൂമോളല്ലേ, മധുര പാതീരേഴിൽ ലങ്കി മാറിയുന്നോളെ, ലങ്കി 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 മറിയുന്നോളെ, ലങ്കി 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 മറിയുന്നോളെ, ലങ്കി 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 മറിയുന്നോളെ, ലങ്കി 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 മറിയുന്നോളെ. അരയെണ്ണ വീട പോലെ കുണുങ്ങി നീ നടക്കും, അരളിപ്പൂ മിഴി കൊണ്ട് കവിതകൾ കുറിക്കും, അത് കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും. ഹേ ഹേ ഹേ, അരയെണ്ണ വീട പോലെ കുണുങ്ങി നീ നടക്കും, അരളിപ്പൂ മിഴി കൊണ്ട് കവിതകൾ കുറിക്കും, അത് കണ്ട് മനസ്സാകെ പത പത പതയ്ക്കും. കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളകെ കരലാട്ടം, പെണ്ണെ അടിവെച്ച് കുഴഞ്ഞാടി അരികിൽ നീ നടക്കുമ്പോൾ അകതരിൽ മിന്നാട്ടം, മനുഷ്യനെ കറക്കണ വിളയാട്ടം. കടക്കണ്ണി ഹേ അടക്കണ്ണി ഹേ, കടക്കണ്ണി മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു വെണ്ണാളെ, എന്നെ വിടയ്ക്കുന്ന കരളുള്ളിൽ മുഖപത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. കടക്കണ്ണി മൂന കൊണ്ട് നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു വെണ്ണാളെ, എന്നെ വിടയ്ക്കുന്ന കരളുള്ളിൽ മുഖപത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ.